Hi students, welcome back to Social Science Classroom. In the last class, we have started 6th chapter, Understanding of Maps. In the chapter, we read some description about the voyages, Christopher Columbus, Magellan, etc. And we discussed what is the importance of map in the geographical study. We are using different types of map for different purpose. Historical map, geographical map, political map, etc. Okay. Today, let us start next heading, History of Maps. മാപ്പുകളുടെ ചരിത്രം, ഭൂപടത്തിൻ്റെ ചരിത്രം, ഹിസ്റ്ററി ഓഫ് മാപ്പ്. ഓക്കെ, ലെറ്റ്സ് റീഡ് ഇറ്റ്. Maps of 15th and 16th centuries were not accurate, and hence the journeys of Columbus and Magellan were long and they lost their way as well. എന്താ പറഞ്ഞത്? മാപ്സ് ഓഫ് 15th and 16th centuries, 15ാം നൂറ്റാണ്ടിലെയും 16ാം നൂറ്റാണ്ടിലെയും ഭൂപടങ്ങൾ എന്തായിരുന്നില്ല? വെർ നോട്ട് ആക്യുറേറ്റ്, അത് കൃത്യമായിരുന്നില്ല. ആൻഡ് ഹെൻസ്, അതുകൊണ്ടാണ് എന്താ, ദ ജേർണീസ് ഓഫ് കൊളംബസ് ആൻഡ് മെഗല്ലൻ, കൊളംബസിൻ്റെയും മെഗല്ലൻ്റെയും യാത്രകൾ വേർ ലോങ്, അത് ദീർഘമായ യാത്രകളായിരുന്നു അല്ലേ. ആൻഡ് ദേ ലോസ്റ്റ് ദെയർ വേ, അവർക്ക് പലപ്പോഴും അവർക്ക് വഴി തെറ്റിയിട്ടുണ്ട് അല്ലേ. അതിൻ്റെയൊക്കെ കാരണം എന്തായിരുന്നു? അവരുടെ ഉപയോഗിച്ചിരുന്ന മാപ്പുകൾ അത്ര തന്നെ കൃത്യമായിരുന്നില്ല. വേർ മാപ്സ് പ്രിപ്പയർഡ് പ്രയർ ടു ദിസ് പീരീഡ്, ഈ കാലഘട്ടത്തിന് മുമ്പ് ഭൂപടങ്ങൾ നിർമ്മിച്ചിരുന്നു. 15-16 നൂറ്റാണ്ടുകൾക്കൊക്കെ മുമ്പ് ഭൂപടങ്ങൾ നിർമ്മിച്ചിരുന്നു. വേർ മാപ്സ് ഓഫ് ദിസ് ഡേയ്സ് ആസ് ആക്യുറേറ്റ് ആൻഡ് ക്ലിയർ ആസ് ദ പ്രസൻറ്റ് ഡേ മാപ്സ്, അന്ന് നിർമ്മിച്ചിരുന്ന ഭൂപടങ്ങൾ ഇന്നുള്ള ഭൂപടങ്ങൾ പോലെ കൃത്യവും ക്ലിയറുമായിരുന്നു. 2 ചോദ്യങ്ങളാണ് അല്ലേ. അതിന് ഉത്തരം നമുക്ക് ഇവിടുന്ന് കണ്ടെത്താം. ചേഞ്ചസ് ഓഫ് മാപ്പ് ഡ്യൂറിങ് ഡിഫറെൻറ്റ് പീരിയഡ്സ് ആർ ഷോൺ ഇൻ ഫിഗർ 1 to 6. വിവിധ കാലഘട്ടങ്ങളിൽ നിർമ്മിച്ച ഭൂപടങ്ങളുടെ ചിത്രങ്ങളെ 1 മുതൽ 6 വരെ ചിത്രങ്ങളായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കാം. ഒന്നാമത്തെ ചിത്രം എന്താണ്? മെസപ്പൊട്ടോമിയൻ മാപ്പ്. മെസപ്പൊട്ടോമിയൻ കാലഘട്ടത്തിൽ നിർമ്മിച്ച മാപ്പാണിത്. ഇതെന്തിലുള്ളതാണ്? ക്ലേ പ്ലേറ്റിലാണ്, കളിമൺ ഫലകത്തിലാണ് ഈ ഭൂപടം നിർമ്മിച്ചിരിക്കുന്നത്. വളരെ ചെറിയ പ്രദേശത്തിൻ്റെ ഭൂമിശാസ്ത്ര ഘടന കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഇത് ഉപയോഗിച്ചിരുന്നത്. എന്തിലാണ്? ക്ലേ പ്ലേറ്റിലാണ്, അഥവാ കളിമൺ ഫലകത്തിലാണ് ഇത് നിർമ്മിച്ചിരുന്നത്. ഇതിനടുത്തത് രണ്ടാമത്തെ ചിത്രം എന്താണ്? പോസിബിൾ റെൻഡറിങ് ഓഫ് അനാക്സിമാൻഡേഴ്സ് വേൾഡ് മാപ്പ്. എന്താണ്? അനാക്സിമാൻഡർ നിർമ്മിച്ച ലോക ഭൂപടം. അനാക്സിമാൻഡർ നിർമ്മിച്ചു അല്ലെങ്കിൽ വരച്ചു എന്ന് കരുതപ്പെടുന്ന ലോക ഭൂപടമാണിത്. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ എങ്ങനെയായിരുന്നു? ചുറ്റുഭാഗം സമുദ്രമായിരുന്നു അല്ലേ. പിന്നീട് അതിന് സെൻട്രൽ ഭാഗത്തേക്ക് കുറച്ച് തള്ളി നിൽക്കുന്ന ഒരു സമുദ്രം, പിന്നെ ഈ ഏഷ്യ, യൂറോപ്പ്, ലിബിയ, ഇതൊക്കെയാണ് ഉണ്ടായിരുന്നത്. ദെൻ മൂന്നാമത്തത് വേൾഡ് മാപ്പ് പ്രിപ്പയർഡ് ബൈ ഹിപ്പാർക്കസ്. ഹിപ്പാർക്കസ് നിർമ്മിച്ചു എന്ന് കരുതപ്പെടുന്ന ഭൂപടം. അതിലേക്ക് എത്തുമ്പോൾ ഏകദേശമൊക്കെ ഒരു ഇപ്പോഴത്തെ ഭൂപടത്തിൻ്റെ ഒരു ഷേപ്പിലേക്ക് എത്തുന്നുണ്ട് അല്ലേ. ഹിപ്പാർക്കസ് നിർമ്മിച്ച ഭൂപടമാണ് മൂന്നാമത്തത്. ദെൻ നാലാമത്തത് വേൾഡ് മാപ്പ് പ്രിപ്പയർഡ് ബൈ ടോളമി. വേൾഡ് മാപ്പ് പ്രിപ്പയർഡ് ബൈ ടോളമി അല്ലേ. ടോളമി എന്തായിരുന്നു? ഭൗമകേന്ദ്ര സിദ്ധാന്തത്തിൻ്റെ വക്താവായിരുന്നു ടോളമി എന്ന് പറയുന്നത്. അദ്ദേഹം നിർമ്മിച്ചു എന്ന് കരുതപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ ഭൂപടത്തിൻ്റെ മാതൃകയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വേൾഡ് മാപ്പ് പ്രിപ്പയർഡ് ബൈ ടോളമി. ഓക്കെ, ഇതെന്നാലായി. പിന്നെ അഞ്ചാമത്തത് വേൾഡ് മാപ്പ് പ്രിപ്പയർഡ് ബൈ മെർക്കാറ്റർ. വേൾഡ് മാപ്പ് പ്രിപ്പയർഡ് ബൈ മെർക്കാറ്റർ. ഇതാണ് അല്ലേ. ഏകദേശമൊക്കെ ഇപ്പോഴത്തെ ഭൂപടത്തിൻ്റെ ഏകദേശമൊക്കെ അടുത്ത് നിൽക്കുന്ന ഭൂപടമാണ് അല്ലേ. ദെൻ ഇവിടെ ആറാമത്തെ ഭൂപടം ഏതാണ്? വേൾഡ് മാപ്പ് പ്രിപ്പയർഡ് ബൈ ഓർട്ടേലിയസ് അല്ലേ. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ താഴെയുള്ളതൊന്ന് വായിച്ച് നോക്കാം. ഹാവ് യു നോട്ടീസ്ഡ് ദ പിക്ചേഴ്സ്? നിങ്ങളെല്ലാ ചിത്രങ്ങളും നോക്കിയില്ലേ? 6 ചിത്രങ്ങളും നിങ്ങൾ നോക്കിയില്ലേ? ഏതൊക്കെയാണ് 6 ചിത്രങ്ങൾ? നമ്മളിപ്പോൾ പറഞ്ഞില്ല. 1, 2, 3, 4, ദെൻ
5, 6 ചിത്രങ്ങൾ അല്ലേ. കമ്പയർ ദസ് വിത്ത് ദ വേൾഡ് മാപ്പ് ഇൻ യുവർ സോഷ്യൽ സയൻസ് ലാബ്. ഇതിനെ നിങ്ങളുടെ സോഷ്യൽ സയൻസ് ലാബിലെ വേൾഡ് മാപ്പുമായിട്ട് കമ്പയർ ചെയ്യാം. ഇപ്പോഴുള്ള വേൾഡ് മാപ്പ് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന വേൾഡ് മാപ്പ്, അതുമായിട്ട് നിങ്ങൾ ഈ ചിത്രങ്ങളെ ഒന്ന് കമ്പയർ ചെയ്യാം. വാട്ട് ചേഞ്ചസ് ക്യാൻ ബി ഐഡൻറ്റിഫൈഡ്? എന്തൊക്കെ മാറ്റങ്ങൾ നമുക്ക് അതിൽ നിന്ന് കാണാൻ പറ്റും? അപ്പോൾ ഇപ്പോഴുള്ള വേൾഡ് മാപ്പുമായിട്ട് ഇത് കമ്പയർ ചെയ്യുമ്പോൾ എന്തെല്ലാം മാറ്റങ്ങൾ നമുക്ക് അതിൽ നിന്ന് കാണാൻ പറ്റും അല്ലേ? ചിലതിൽ എന്താണ്, സമുദ്രം കാണിച്ചതിൽ മാറ്റം ഉണ്ടാകും, ചിലതിൽ വൻകരയുടെ ഷേപ്പ് കാണിച്ചതിൽ മാറ്റം ഉണ്ടാകും, ചിലതിൽ അക്ഷാംശ രേഖാംശം ഒന്നും അടയാളപ്പെടുത്തിയിട്ടുണ്ടാവില്ല, ചിലത് അക്ഷാംശം രേഖാംശം അഥവാ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും ഒക്കെ അടയാളപ്പെടുത്തിയതിൽ മാറ്റമുണ്ടാകും. ഇങ്ങനെ പല തരത്തിലുള്ള മാറ്റങ്ങൾ നമുക്ക് വേൾഡ് മാപ്പ് വെച്ചിട്ട് ഇതുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഓക്കെ, let us examine the changes that have taken place to map our centuries. Let us examine, നമുക്ക് പരിശോധിക്കാം. The changes that have taken, ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, പ്ലേസ് ടു മാപ്പ് അവർ സെഞ്ചുറീസ്, നൂറ്റാണ്ടുകൾ കൊണ്ട് മാപ്പിൽ ഉണ്ടായിട്ടുള്ള, ഭൂപടത്തിലുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. ഇറ്റ് ഈസ് ബിലീവ്ഡ് ദാറ്റ് the history of maps are as old as human civilization. എന്താണ്? ഇറ്റ് ഈസ് ബിലീവ്ഡ് ദാറ്റ്, ഇപ്പോൾ വിശ്വസിക്കുന്നു, നമ്മൾ വിശ്വസിക്കുന്നത് എന്താണ്? ദ ഹിസ്റ്ററി ഓഫ് മാപ്സ്, ഭൂപടങ്ങളുടെ ചരിത്രം, ആസ് ഓൾഡ് ആസ് ഹ്യൂമൻ സിവിലൈസേഷൻ, മനുഷ്യ സംസ്കാരത്തിൻ്റെ ചരിത്രത്തോളം പഴക്കമുള്ളതാണെന്ത്? ഭൂപടത്തിൻ്റെ ചരിത്രവും. ഹ്യൂമൻ സിവിലൈസേഷനോളം പഴക്കമുള്ളതാണ് ഭൂപടങ്ങളുടെ ചരിത്രവും അല്ലേ? അതുകൊണ്ടാണ് ഫസ്റ്റത്തെ ഭൂപടം നമ്മൾ നോക്കിയില്ലേ, മെസപ്പൊട്ടോമിയൻ കാലത്തുണ്ടാക്കിയ ഭൂപടം, അതാണ് നമ്മൾ പിന്നെ പ്ലേറ്റിൽ കണ്ടിട്ടുള്ളത് അല്ലേ? പിന്നെ ഫലകത്തിൽ ആദ്യം ഉണ്ടാക്കിയിട്ടുള്ള ചെറിയ പ്രദേശത്തിൻ്റെ ഭൂപടം നമ്മൾ കണ്ടിട്ടില്ല, കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള പ്ലേറ്റിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ അന്നത്തെ കാലത്ത് മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തിൻ്റെ, സിവിലൈസേഷൻ്റെ കാലം തൊട്ട് തന്നെ ഭൂപടങ്ങളുമുണ്ട്. അപ്പോൾ ചരിത്രവും അത്രയും പഴക്കമുള്ളതാണ് എന്നർത്ഥം. ദ മെസപ്പൊട്ടോമിയൻ പ്ലേറ്റ്സ് പ്രിപ്പയർഡ് ഓൺ ബാക്ക്ഡ് ക്ലേ പ്ലേറ്റ്സ് അബൌട്ട് 5000 years ago. ആദ്യം കണ്ട മെസപ്പൊട്ടോമിയൻ ഭൂപടമുണ്ട്, മെസപ്പൊട്ടോമിയൻ മാപ്പ്, എന്തിലുണ്ടാക്കിയതാണ്? ക്ലേ പ്ലേറ്റിൽ നിർമ്മിച്ചിട്ടുള്ളതാണ്. അതിന് ഏകദേശം 5000 years, 5000 വർഷത്തിൻ്റെ പഴക്കമുണ്ട്. 5000 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ആ ഭൂപടം. ആർ കൺസിഡേർഡ് ദ ഓൾഡസ്റ്റ് മാപ്പ്, അതാണ് ഏറ്റവും പഴയ ഭൂപടമായിട്ട് പരിഗണിക്കുന്നത്. മെസപ്പൊട്ടോമിയൻ സംസ്കാര കാലത്തുണ്ടാക്കിയിട്ടുള്ള ഒരു പ്രദേശത്തിൻ്റെ ഭൂപ്രകൃതിയൊക്കെ കാണിക്കുന്ന ക്ലേ പ്ലേറ്റിൽ നിർമ്മിച്ചിരിക്കുന്ന ഭൂപടമാണ് ഏറ്റവും പഴക്കമുള്ള ഭൂപടമായിട്ട് പരിഗണിക്കുന്നത്. On this plate, there were specific lines and symbols that helped to depict the peculiarities of even small places. On this plate, ആ ഭൂപടത്തിൽ എന്തായിരുന്നു? There were specific lines, പ്രത്യേക രേഖകൾ ഉണ്ടായിരുന്നു, അതിൽ സ്പെസിഫിക് ലൈൻസ് ഉണ്ടായിരുന്നു, ആൻഡ് സിമ്പിൾസ്, അടയാളങ്ങളും ഉണ്ടായിരുന്നു. ദാറ്റ് ഹെൽപ്പ് ടു ഡെപ്പിക്റ്റ്, അത് ചിത്രീകരിക്കുന്നത് എന്താണ്? ദ പെക്യൂലിയാരിറ്റീസ് ഓഫ് ഈവൻ സ്മോൾ പ്ലേസസ്, ചെറിയ സ്ഥലത്തിൻ്റെ പോലും പ്രത്യേകതകൾ വിശദീകരിക്കുന്ന അടയാളങ്ങളും രേഖകളും ഒക്കെ ഉൾക്കൊണ്ടതായിരുന്നു 5000 വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച മെസപ്പൊട്ടോമിയൻ ഭൂപടങ്ങൾ. അതാണ് ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഭൂപടമായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. Maps were prepared on leather and bronze plates during the period of Greek philosopher Anaximander. നേരത്തെ നമ്മൾ അനാക്സിമാൻഡറിൻ്റെ ഒരു ഭൂപടം നോക്കിയല്ലേ, രണ്ടാമത്തെ ഭൂപടം. അത് എന്തിൽ നിർമ്മിച്ചതാണ്? ലെതർ അല്ലെങ്കിൽ ബ്രോൺസ് പ്ലേറ്റിൽ നിർമ്മിച്ചിട്ടുള്ള ഭൂപടമാണ് അനാക്സിമാൻഡർ നിർമ്മിച്ചിട്ടുള്ള ഭൂപടം. അദ്ദേഹം എവിടുത്തുകാരനായിരുന്നു? ഗ്രീക്ക് ഫിലോസഫറായിരുന്നു അനാക്സിമാൻഡർ. അപ്പോൾ ഗ്രീക്ക് ഫിലോസഫറായിട്ടുള്ള അനാക്സിമാൻഡർ നിർമ്മിച്ച ഭൂപടം ഏതിലായിരുന്നു? ലെതറിലോ അല്ലെങ്കിൽ ബ്രോൺസ് പ്ലേറ്റിലോ ആയിരുന്നു. ആദ്യം നിർമ്മിച്ച മെസപ്പൊട്ടോമിയൻ ഭൂപടം ഏതിലായിരുന്നു? ക്ലേ പ്ലേറ്റിലായിരുന്നു, കളിമൺ പ്ലേറ്റിലായിരുന്നു.
എന്നാൽ ഇപ്പോൾ പിന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ള അനാക്സിമാൻഡർ നിർമ്മിച്ച ഭൂപടം ഏതിലാണ്? ലെതർ അല്ലെങ്കിൽ ബ്രോൺസ് പ്ലേറ്റിലാണ് ഉള്ളത്. ഹു ഈസ് ബിലീവ്ഡ് ടു ഹാവ് പ്രിപ്പയർഡ് ദ ഫസ്റ്റ് മാപ്പ്? അവരാണ് ആദ്യത്തെ ഭൂപടം നിർമ്മിച്ചു എന്ന് പറയപ്പെടുന്നത്, അത് തയ്യാറാക്കിയെന്ന് പറയപ്പെടുന്നത് അവരാണ്. ഹു ഈസ് ബിലീവ്ഡ് ടു ഹാവ് പ്രിപ്പയർഡ് ദ ഫസ്റ്റ് മാപ്പ്? ദ ഇൻവെൻഷൻ ഓഫ് ദ ഗ്രീക്ക് മാത്തമാറ്റീഷ്യൻ. The invention of the Greek mathematician Eratosthenes and the contribution of astronomers like Hipparchus and Ptolemy helped more in preparing maps. പിന്നീട് ഗ്രീക്ക് ചിന്തകന്മാരായിട്ടുള്ള ഇറാസ്തോസ്തനീസ്, അതുപോലെ തന്നെ അസ്ട്രോണമേഴ്സ്, ഹിപ്പാർക്കസ്, ടോളമി പോലെയുള്ള അസ്ട്രോണമേഴ്സിൻ്റെയൊക്കെ കണ്ടുപിടുത്തങ്ങളും അറിവുകളുമൊക്കെ കൂടുതൽ ഭൂപടങ്ങൾ നിർമ്മിക്കുന്നതിലേക്ക് സഹായകമായിട്ടുണ്ട്. ദ വോയേജ് ബൈ സെയിലേഴ്സ് ആൻഡ് എക്സ്പ്ലോറേഴ്സ് ലൈക്ക് കൊളംബസ് ആൻഡ് മെഗല്ലൻ ലെഡ് ടു ദ പ്രിപ്പറേഷൻ ഓഫ് മോർ അക്യുറേറ്റ് മാപ്പ്. പിന്നീട് സമുദ്രയാത്ര നടത്തിയിട്ടുള്ള കൊളംബസും മെഗല്ലനും ഒക്കെ പറഞ്ഞ കാര്യങ്ങൾ, അവരിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുമൊക്കെ എന്തിനെ സഹായിച്ചു? കൂടുതൽ കൃത്യമായ ഭൂപടങ്ങൾ നിർമ്മിക്കുന്നതിന് സഹായിച്ചു. അപ്പോൾ എന്ത് മനസ്സിലായി? മെസപ്പൊട്ടോമിയൻ കാലത്ത് ഓരോ ചെറിയ പ്രദേശത്തിൻ്റെ ഭൂപടം അത് എന്തിൽ നിർമ്മിച്ചു? ക്ലേ പ്ലേറ്റിൽ നിർമ്മിച്ചു അല്ലേ? അതിൽ തന്നെ അവരെ ഓരോ സ്ഥലത്തിൻ്റെയും അടയാളപ്പെടുത്തുന്ന അടയാളങ്ങളും രേഖകളും ഒക്കെ ഉപയോഗിച്ചിരുന്നു. അതിനുശേഷം പിന്നെ അനാക്സിമാൻഡർ, ഗ്രീക്ക് ഫിലോസഫറായിട്ടുള്ള അനാക്സിമാൻഡർ ലെതറിലും അതുപോലെ തന്നെ ബ്രോൺസ് പ്ലേറ്റിലും നിർമ്മിച്ചു. പിന്നീട് ഗ്രീക്ക് മാത്തമാറ്റീഷ്യനായിട്ടുള്ള ഇറാസ്തോസ്തനീസ്, അതുപോലെ തന്നെ അസ്ട്രോണമേഴ്സ് ആയിട്ടുള്ള ഹിപ്പാർക്കസ്, ടോളമി തുടങ്ങിയവരുടെയൊക്കെ അറിവുകളും കണ്ടെത്തലുകളും കുറച്ചും കൂടെ നല്ല ഭൂപടങ്ങൾ നിർമ്മിക്കുന്നതിന് സഹായകമായി. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കൊളംബസ്, മെഗല്ലൻ തുടങ്ങിയിട്ടുള്ള സെയിലേഴ്സ്, നാവികരെ, അവരെ യാത്ര നടത്തി അവരുടെ വിവരണങ്ങളും കുറച്ചും കൂടെ കൃത്യമായ ഭൂപടങ്ങൾ നിർമ്മിക്കുന്നതിന് സഹായിച്ചു. ദെൻ മെർക്കാറ്റർ, ഹു ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് മോഡേൺ കാർട്ടോഗ്രഫി. ആധുനിക ഭൂപട നിർമ്മാണ ശാസ്ത്രത്തിൻ്റെ പിതാവായിട്ട് അറിയപ്പെടുന്നത് ആരാണ്? മെർക്കാറ്റർ, who is known as the father of modern cartography, and Abraham Ortelius, who prepared an atlas by combining many maps, gave new insight into the making of modern maps. അറ്റ്ലസ് നിർമ്മിച്ചിട്ടുള്ളത് അല്ലേ, ലോക ഭൂപടം നിർമ്മിച്ചിട്ടുള്ളത് ആരൊക്കെയാണ്? മെർക്കാറ്ററും അതേപോലെ തന്നെ ഒർട്ടേലിയസ്, അവരൊക്കെയാണ് നേരത്തെയുള്ള പല ഭൂപടങ്ങൾ കമ്പയർ ചെയ്തുകൊണ്ട് പുതിയ അറ്റ്ലസ് നിർമ്മിച്ചിട്ടുള്ളത്. ഗേവ് ന്യൂ ഇൻസൈറ്റ് ഇൻ ടു ദ മേക്കിംഗ് ഓഫ് മോഡേൺ മാപ്സ്. അതാണ് ആധുനിക രീതിയിലുള്ള ഭൂപടങ്ങൾ നിർമ്മിക്കുന്നതിലേക്ക് നയിച്ച ഒരു പ്രധാനപ്പെട്ട ഘടകം. ദ കോൺട്രിബ്യൂഷൻ ഓഫ് ഗ്രീക്ക്, റോമൻ, അറബ് ആൻഡ് ഇന്ത്യൻ ജിയോഗ്രഫേഴ്സ് ടു ദ ഡെവലപ്മെൻറ്റ് ഓഫ് മോഡേൺ കാർട്ടോഗ്രഫി ഇൻസിഗ്നിഫിക്കൻറ്റ്. എന്താണ് പറഞ്ഞിട്ടുള്ളത്? ദ കോൺട്രിബ്യൂഷൻസ് ഓഫ് ഗ്രീക്ക്, റോമൻ, അറബ് ആൻഡ് ഇന്ത്യൻ ജിയോഗ്രഫേഴ്സ്. ആരുടെയൊക്കെ സംഭാവനകളാണ്? ഗ്രീക്കുകാരുടെയും റോമൻ, അറബ്, ഇന്ത്യൻ ഈ രാജ്യങ്ങളിലൊക്കെയുള്ള ജിയോഗ്രഫേഴ്സിൻ്റെ അഥവാ ഭൂമിശാസ്ത്ര പഠനം നടത്തുന്നവരുടെ സംഭാവനകൾ, കോൺട്രിബ്യൂഷൻസ് ടു ദ ഡെവലപ്മെൻറ്റ് ഓഫ് മോഡേൺ കാർട്ടോഗ്രഫി, പുതിയ ആധുനിക ഭൂപട നിർമ്മാണത്തിലേക്ക് അവരുടെയൊക്കെ കോൺട്രിബ്യൂഷൻസ് ആർ സിഗ്നിഫിക്കൻറ്റ്. അതെന്താണ്? വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഇന്ത്യയിൽ നിന്നും അതുപോലെ തന്നെ അറേബ്യൻ രാജ്യങ്ങളിൽ നിന്നും റോമിൽ നിന്നും ഗ്രീക്കിൽ നിന്നൊക്കെയുള്ള ആളുകളുടെ, ചിന്തകന്മാരുടെ, അതുപോലെ തന്നെ ഭൂമിശാസ്ത്ര പഠനം നടത്തുന്ന ആളുകളുടെയൊക്കെ കോൺട്രിബ്യൂഷൻസ് ഈ ഭൂപട നിർമ്മാണത്തിൽ, ഇന്ന് കാണുന്ന രീതിയിലുള്ള ഒരു ഭൂപട നിർമ്മാണത്തിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ദെൻ ദ ഹിസ്റ്ററി ഓഫ് മാപ്സ് സ്റ്റാർട്ടഡ് വിത്ത് ക്ലേ പ്ലേറ്റ്സ്. ഭൂപടത്തിൻ്റെ ചരിത്രം തുടങ്ങുന്നത് ക്ലേ പ്ലേറ്റ്സിൽ നിന്നാണ് അല്ലേ? കളിമൺ പ്ലേറ്റുകളിൽ നിന്ന്, ഫലകത്തിൽ നിന്നാണ് തുടക്കം. ആണ് മെസപ്പൊട്ടോമിയൻ ഭൂപടം.
വിത്ത് ദ അഡ്വാൻസ്മെൻറ്റ് ഓഫ് ടെക്നോളജി, പുതിയ സാങ്കേതിക വിദ്യകൾ വന്നപ്പോൾ ഇറ്റ് ഹാസ് നൗ റീച്ച്ഡ് ദ ലെവൽ ഓഫ് കമ്പ്യൂട്ടർ എയ്ഡഡ് മാപ്സ്. ഇപ്പം എന്താണ്, കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടു കൂടി നിർമ്മിക്കുന്ന ഭൂപടങ്ങൾ ഇന്നുണ്ട്. ഇൻ ദിസ് ഫാസ്റ്റ് ഡെവലപ്പിംഗ് വേൾഡ്, ഈ അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്ത് മാപ്സ് ഹാവ് ആൾസോ ചേഞ്ച്ഡ് വിത്ത് ദ ടൈംസ്, ഭൂപടങ്ങളും സമയാനുസൃതമായി കൊണ്ട് തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് കമ്പ്യൂട്ടേഴ്സ്, map making has reached a stage where exact location, detail about a place and three-dimensional views are possible on a mouse click. ഇന്ന് എത്രത്തോളം എത്തി ഭൂപട നിർമ്മാണത്തിൻ്റെ പുരോഗതി? ഏതെങ്കിലും ഒരു സ്ഥലം നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ സ്ഥലത്തിൻ്റെ 2 ഡയമെൻഷണൽ അല്ല, മറിച്ച് 3 ഡയമെൻഷണൽ ആയിട്ടുള്ള പിക്ചർ ഒരു മൗസ് ക്ലിക്കിൽ നമുക്ക് കിട്ടുന്ന രീതിയിൽ ഇന്ന് ഭൂപടങ്ങൾ എത്തിയിട്ടുണ്ട്. ഗൂഗിൾ മാപ്പ് ഒക്കെ ഉണ്ട് അല്ലേ? നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്തെക്കുറിച്ച് അറിയണമെങ്കിൽ നമ്മൾ ഗൂഗിൾ മാപ്പ് നോക്കിയിട്ട് നമുക്ക് ആ സ്ഥലത്തെ കണ്ടെത്താം അല്ലേ? സാറ്റലൈറ്റ് വ്യൂസ് നമുക്ക് കിട്ടും ഇപ്പോൾ. അപ്പോൾ ആ രീതിയിലേക്ക് ഒരു മൗസ് ക്ലിക്കിൽ നമുക്ക് ഒരു പ്രദേശത്തിൻ്റെ ഭൂപടം കിട്ടുന്ന രീതിയിലേക്ക് പുതിയ സാങ്കേതിക വിദ്യകൾ, പ്രധാനമായും വിത്ത് ദ ഹെൽപ്പ് ഓഫ് കമ്പ്യൂട്ടേഴ്സ്, ഈ കാലഘട്ടത്തിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്? ആരാണ് ആധുനിക ഭൂപഠന ശാസ്ത്രത്തിൻ്റെ പിതാവ് ആയിട്ട് അറിയപ്പെടുന്നത്? മെർക്കാറ്റർ അല്ലേ? മെർക്കാറ്റർ ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് മോഡേൺ കാർട്ടോഗ്രഫി അല്ലേ? അങ്ങനെ മെർക്കാറ്ററും അതേപോലെ തന്നെ ഒറ്റേലിയസും ഒക്കെ അവരെ പല ഭൂപടങ്ങളെ കമ്പൈൻ ചെയ്തുകൊണ്ടാണ് അവരെ അറ്റ്ലസ് നിർമ്മിച്ചിട്ടുള്ളത്. പിന്നീട് അതിലേക്ക് ഇന്ത്യൻ, റോമൻ, അറബ് ജിയോഗ്രഫേഴ്സിൻ്റെയൊക്കെ കോൺട്രിബ്യൂഷൻ ആയതോട് കൂടിയിട്ട് ആധുനിക ഭൂപടം കുറച്ചും കൂടെ അക്യുറേറ്റ് ആയിട്ട് മാറി. ദെൻ ഭൂപടങ്ങളുടെ ചരിത്രം തപ്പിപ്പോയി കഴിഞ്ഞാൽ അതിൻ്റെ ആദ്യത്തെ രൂപം ക്ലേ പ്ലേറ്റ് ആണെങ്കിൽ ഇന്നത്തെ രൂപം എന്താണ്? ഇന്ന് ആധുനിക സൗകര്യങ്ങളോടൊക്കെ കൂടിയിട്ട് ഇന്ന് ഭൂപടങ്ങൾ നിർമ്മിക്കാൻ, കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടു കൂടിയൊക്കെ ഭൂപടങ്ങൾ നിർമ്മിക്കാൻ ഇന്ന് കഴിയുന്നുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ അതിൻ്റെ ലെവൽ എന്താണ്? ഇന്ന് നമുക്കൊരു മൗസ് ക്ലിക്കിൽ ഒരു പ്രദേശത്തിൻ്റെ ഭൂപടം, അതും 3D ഡയമെൻഷനിലുള്ള ഭൂപടം ഇന്ന് നമുക്ക് ലഭിക്കുന്നു എന്നുള്ളത് ഈ മേഖലയിൽ ഉണ്ടായിട്ടുള്ള വലിയ പുരോഗതിയാണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം കാർട്ടോഗ്രഫി. ഭൂപട നിർമ്മാണത്തെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് കാർട്ടോഗ്രഫി, അല്ലെങ്കിൽ ഭൂപടത്തെക്കുറിച്ചുള്ള പഠനത്തെ പറയുന്നതാണ് കാർട്ടോഗ്രഫി. The term cartography was derived from the French word carte and graphic. കാർട്ടോഗ്രഫി എന്നുള്ള വാക്ക് എവിടെ നിന്നുണ്ടായതാണ്? ഫ്രഞ്ച് വാക്കിൽ നിന്നുണ്ടായതാണ് കാർട്ടോഗ്രഫി. എന്താണ് ഇതിൻ്റെ അർത്ഥം? കാർട്ടെ ആൻഡ് ഗ്രാഫിക് എന്നീ 2 പദങ്ങൾ കൂടി ചേർന്നിട്ടാണ് കാർട്ടോഗ്രഫി ഉണ്ടായത്. ഏത് പദമാണ്? ഫ്രഞ്ച് പദമാണ്. കാർട്ടെ മീൻസ്, കാർട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാപ്പ്, ഭൂപടം എന്നാണ് അർത്ഥം. ആൻഡ് ഗ്രാഫിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രോയിങ്, വരക്കുക എന്നാണ്. അപ്പോൾ കാർട്ടോഗ്രഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂപടം വരക്കുക. ഓക്കെ, കാർട്ടോഗ്രഫി ഈസ് ദ സയൻസ് ഓഫ് മാപ്പ് മേക്കിംഗ്. ഭൂപട നിർമ്മാണ ശാസ്ത്രത്തെ പറയുന്ന പേരാണ് കാർട്ടോഗ്രഫി. വൺ ഹു പ്രിപ്പയർ മാപ്സ് ഈസ് നോൺ ആസ് കാർട്ടോഗ്രഫർ. ആരാണോ ഭൂപടം തയ്യാറാക്കുന്നത് അയാൾ നമ്മൾ വിളിക്കുന്നത് കാർട്ടോഗ്രഫർ എന്നാണ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെ നമ്മൾ പറഞ്ഞു? കാർട്ടോഗ്രഫി എന്ന് പറഞ്ഞാൽ ഭൂപട ശാസ്ത്രത്തെ പറയുന്നതാണ് കാർട്ടോഗ്രഫി. എവിടെ നിന്നാണ് കാർട്ടോഗ്രഫി എന്നുള്ള പദമുണ്ടായത്? ഫ്രഞ്ച് പദമാണ് കാർട്ടോഗ്രഫി. കാർട്ടെ എന്ന് പറഞ്ഞാൽ മാപ്പ്, ഗ്രാഫി എന്ന് പറഞ്ഞാൽ ഡ്രോ. അപ്പോൾ ഭൂപടം വരയ്ക്കുക എന്നുള്ളതിൽ നിന്നാണ് കാർട്ടോഗ്രഫി ഉണ്ടായിട്ടുള്ളത്. ദെൻ ഭൂപടം വരയ്ക്കുന്ന ആൾ എന്താ പറയുക? കാർട്ടോഗ്രാഫർ എന്നാണ് പറയും. അപ്പോൾ ഭൂപട നിർമ്മാണ ശാസ്ത്രമാണ് കാർട്ടോഗ്രഫി. ഓക്കെ.